الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, ജീവിതത്തിലുടനീളം സർവശക്തനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മെ ഏവരെയും ഞെട്ടിച്ച, നമ്മെ ദുഃഖത്തിലാഴ്ത്തിയ ഒന്ന് രണ്ട് മരണങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മഹല്ലിൽ ഉണ്ടായിട്ടുള്ളത്. അബ്ദുറസാഖ് എന്ന് പറയുന്ന സഹോദരന്റെ മരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗം, എന്റെ ശേഷക്കാരായ ആളുകളിലൊക്കെയും എന്നെപ്പറ്റി ഒരു സൽകീർത്തി ഉണ്ടാവണമേ, അഥവാ നല്ലതു പറയണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ആളുകളൊക്കെയും സംസാരിക്കുന്ന ആളുകളൊക്കെയും അദ്ദേഹത്തിന്റെ നന്മകളെക്കുറിച്ചും നന്മകളിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുമൊക്കെയാണ് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിൽ തന്നെ, അഥവാ ഈ സൽകീർത്തിയോടുകൂടി നല്ല അവസ്ഥയോടുകൂടി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു പോയേക്കാവുന്ന വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു അദ്ദേഹത്തിന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ അഭാവത്തിലൂടെ സുഹൃത്തുക്കൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും അതുപോലെ നാട്ടിനും എല്ലാം ഉണ്ടായിട്ടുള്ള അഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നികത്തി തരുമാറാകട്ടെ. അതുപോലെ കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ യൂസുഫിക്ക എന്ന് പറയുന്ന. രോഗം എന്താണെന്നറിയാതെ വളരെ പെട്ടെന്ന് രോഗം അറിയുകയും വളരെ വേഗം തന്നെ മരണത്തോടുകൂടി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിനും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മളൊന്ന് ഞെട്ടി എന്ന് വരും, ഞെട്ടലുണ്ടായി എന്ന് വരും, നമുക്ക് ദുഃഖമുണ്ടായി എന്ന് വരും, ഒരു താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടായി എന്ന് വരും. പക്ഷേ അതുകൊണ്ട് ഫലമില്ലല്ലോ. കാരണം മരണം എന്ന് പറയുന്നത് എന്തായാലും നാം അനുഭവിക്കുവാനുള്ള, നമുക്ക് വരാനുള്ള ഒരു സംഗതിയാണ്. ആരോ പറഞ്ഞതുപോലെ രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മരണം. അഥവാ എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, ഏതവസ്ഥയിലാണ് ഞാൻ അവനെ പിടികൂടേണ്ടത് എന്ന ഒരു മര്യാദ പോലും പാലിക്കാത്ത രൂപത്തിൽ ഏതവസ്ഥയിലും ആർക്കും വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളതാണ് മരണം എന്നത് നമ്മൾ ഓരോരുത്തരും എപ്പോഴും ഓർത്തിരിക്കാൻ ഇത്തരത്തിലുള്ള മരണങ്ങൾ സഹായകമാകേണ്ടതുണ്ട്. എല്ലാ മരണങ്ങളും അങ്ങനെ തന്നെയാണെങ്കിൽ തന്നെയും ഈ രൂപത്തിലുള്ള വളരെ പെട്ടെന്ന് പ്രായവ്യത്യാസമില്ലാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിക്കുന്ന ഈ സമയത്ത് അത്തരത്തിലുള്ള ഒരു ആലോചനകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ്. നമ്മുടേതെന്ന് നാം അഭിമാനപൂർവ്വം നടിച്ചിരുന്ന പലതും നമ്മെ വിട്ടുപിരിയുന്ന ഒരു അവസ്ഥയാണ് മരണത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിത്തീരുന്നത്. നമ്മുടെ താക്കോൽ കൂട്ടങ്ങളും നമ്മുടെ അധികാരസ്ഥാനങ്ങളും നമ്മുടെ പാദരക്ഷകളും നമ്മുടെ വസ്ത്രങ്ങളും നമ്മുടെ മറ്റെന്തെല്ലാം ദുനിയാവിൽ നമ്മുടേതായിട്ടുണ്ടോ അതെല്ലാം തന്നെ നമ്മിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോകുന്ന, അകന്നു പോകുന്ന ഒരു അവസ്ഥയാണ് മരണത്തിലൂടെ ഉണ്ടായിത്തീരുന്നത്. ഏതായിരുന്നാലും നമ്മൾ മരിച്ചു എന്നതിൻ്റെ പേരിൽ അത് എത്ര വലിയവനാകട്ടെ, ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രമുഖനാകട്ടെ, അധികാരിയാകട്ടെ, ആരുമാകട്ടെ, ഒരാൾ മരിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മുടെ വേർപാടിൽ ഈ ദുനിയാവ് സങ്കടപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ഭ്രമണം ഒരിക്കലും നിലച്ചു പോകുന്നില്ല. ഈ നാട്ടിലുള്ള മാർക്കറ്റുകളും അങ്ങാടികളും കച്ചവടങ്ങളും മറ്റു സംവിധാനങ്ങളുമെല്ലാം തന്നെ നമ്മൾ മരിച്ചു എന്നതുകൊണ്ട് നിലക്കുന്നില്ല. അതെല്ലാം തന്നെ സാധാരണ പോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്കുണ്ടായിരുന്ന ജോലികൾ, ആ ജോലിയിൽ നാം ഇരുന്ന കസേരകൾ, ആ സ്ഥാനങ്ങളിലെല്ലാം പകരം ആളുകൾ ഇരിക്കുകയും നമ്മൾ നിർവഹിച്ചിരുന്ന കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുക. ന്യായമായും നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ അനന്തരാവകാശികളായ ആളുകൾ വീതിച്ചെടുക്കുകയും ചെയ്യും. പക്ഷേ അനന്തരാവകാശികളാണ് അത് അനന്തരമായിട്ടെടുക്കുന്നത് എങ്കിലും ആ സ്വത്തുക്കൾക്കുള്ള മറുപടി പറയേണ്ടത് നാം തന്നെയാണ് എന്നത് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടുന്ന മറ്റൊരു സംഭവമാണ്. അതുപോലെ തന്നെ മരണത്തോടുകൂടി നമ്മെ വിളിച്ചിരുന്ന, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയിട്ടുള്ള, നാട്ടുകാർ നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ പേരുകൾ അതെല്ലാം തന്നെ വിസ്മൃതിയിലായി പോവുകയാണ്. പിന്നീട് നമ്മുടെ പേര് മയ്യിത്ത് എന്നാണ്. നമ്മുടെ പേരുകൾ ആരും വിളിക്കുന്നില്ല. മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ജനാസ കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. മയ്യത്ത് ഖബറിലേക്ക് എടുക്കുന്ന സമയത്ത് മയ്യത്ത് ഖബറിലേക്ക് എടുക്കുകയാണ് എന്നാണ് പറയുന്നത്. അഥവാ നമ്മുടെ പേരുകൾ ആരും തന്നെ വിളിക്കുന്നില്ല. ആ ഇരുട്ടറകളിലേക്ക് നമ്മെ സ്വന്തമാക്കിയിട്ട് നമ്മുടെ ഭൗതിക ശരീരത്തെ ഇറക്കി വെക്കുന്ന സമയത്തും ആ മയ്യത്തിനെ കുറിച്ചാണ് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ മരണപ്പെട്ടു എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത ഈ ലോകവും ഈ ദുനിയാവും ഈ കുടുംബവും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ അടുത്ത മിത്രങ്ങളായിരുന്നാൽ പോലും, അടുത്ത കൂട്ടുകെട്ടിലുള്ള ചങ്ങാതിമാരായിരുന്നാൽ പോലും മണിക്കൂറുകളോ ദിവസങ്ങളോ കൊണ്ട് അവരിലുണ്ടായിരുന്ന ദുഃഖങ്ങൾ നീങ്ങിപ്പോവുകയും അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യും. നമ്മെ സ്നേഹിച്ച, നാം സ്നേഹിച്ച നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താവോ നമ്മുടെ മക്കളോ മറ്റാരെങ്കിലും ആയിരുന്നാൽ തന്നെയും
അവരുടെ ദുഃഖവും ഒരാഴ്ചയോ ഒരു മാസമോ കൂടിയാൽ അല്പം മാസങ്ങളോ മാത്രം നിലനിൽക്കുകയും അവരും ഓരോരുത്തരും സാധാരണ കുടുംബ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യും. നാം ആണെങ്കിൽ ആ സമയത്ത് ഒറ്റപ്പെട്ട് നമ്മുടെ കല്ലറകളിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ആ മരിക്കുന്നതോടുകൂടി തന്നെ വീട്ടിൽ നിന്ന് മയ്യത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ സമ്പത്തുക്കളും സമ്പാദ്യങ്ങളും അവിടെ വെച്ച് തന്നെ നമ്മെ ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ നാം ഉപേക്ഷിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ ഖബറിലേക്ക് എത്തുന്ന ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് തുടങ്ങുന്ന തസ്ബീഹിനെ ചോദിച്ചുകൊണ്ട് അതിനുശേഷം നമ്മുടെ ബന്ധുക്കളും കുടുംബക്കാരും നാട്ടുകാരും എല്ലാം തിരിച്ചു പോരുകയാണ്. പിന്നെ നമ്മൾ ഒറ്റപ്പെടുകയാണ്. നാം സ്വന്തമാണ്, നാം ഒറ്റയ്ക്കാണ്. അവിടെയാണ് നമുക്ക് ആലോചിക്കുവാനുള്ളത്. ഞാൻ ആരായിരുന്നാലും എന്നെ പിടികൂടുന്ന ഈ മരണം ഏത് സന്ദർഭത്തിലും ഞാനൊരു പക്ഷേ എൻ്റെ കുടുംബത്തിനും നാട്ടിനും അത്യാവശ്യക്കാരനായിരിക്കുമ്പോ ആയിരിക്കാം ഒരു പക്ഷേ മരണം എന്നെ പിടികൂടുന്നത്. അതുകൊണ്ട് തന്നെ ഏതു സന്ദർഭത്തിൽ മരണം എന്നെ പിടികൂടിയാലും ഞാനിതാ റെഡിയാണ്. പടച്ചവനെ, നിന്റെ അടുക്കലേക്ക് മടങ്ങാൻ, നിന്റെ റഹ്മത്തിലേക്ക് നീങ്ങാൻ ഞാനിതാ ഒരുക്കമാണ് എന്ന അവസ്ഥയിൽ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളെയും പാകപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സജദയിലൂടെ 32-ാം അധ്യായം 11-ാം വചനത്തിലൂടെ പറയുന്നത് ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും. പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, യതവഫാകും മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. അല്ലദീ വുക്കില ബിക്കും, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ മലക്ക് ആ കൃത്യസമയത്തു തന്നെ നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫരിതൂൻ. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം 61-ാം വചനത്തിൽ സൂറത്തു അൻആമിലൂടെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ടുള്ള മലക്കുകൾ ആ കർത്തവ്യം നിർവഹിക്കും. വഹും ലാ യുഫരിതൂൻ, അവർ അതിൽ യാതൊരു വീഴ്ചയും വരുത്തുകയില്ല. എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, അങ്ങനെ ഒരു ആലോചനയുമില്ലാതെ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ആ മലക്കുകൾ മരിപ്പിക്കുന്നതാണ്. അറബി കവി സൂചിപ്പിച്ചു, ദുഖാതു ഖൽബുൽ മർഇ ഖായിലുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വതവാനി. നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ നിന്നോട് പറയുന്നത് ജീവിതത്തിന്റെ സെക്കൻഡുകളാണ്, ജീവിതത്തിന്റെ മിനിറ്റുകളാണ് നിനക്ക് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കഴിഞ്ഞു പോകുന്ന ഏതൊരു സെക്കൻഡിലും നിന്റെ റൂഹിനെ പിടികൂടാം, നിനക്ക് മരണം സംഭവിക്കാം എന്നതാണ് എന്ന് ആ അറബിക്കവി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരു ബോധം നമ്മളിൽ നിലനിൽക്കണമെന്ന് നിരന്തരം ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ പല ആരാധനാ കർമ്മങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും എല്ലാം ആ കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, അല്ലാഹു രാവിലെ എഴുന്നേറ്റതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈകൻ നുശൂർ എന്ന പ്രാർത്ഥന മരിക്കുമെന്ന ബോധമാണ് നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. ആ പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞുകൊണ്ട് നാം അത് ചൊല്ലുമ്പോ, എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച പടച്ച തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോ ആ പ്രാർത്ഥനയിലൂടെ നേരം പുലരുമ്പോ എന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരേണ്ടുന്ന ചിന്ത, ഈ ഭൂലോകത്ത് നിന്ന് ഞാൻ യാത്ര പറയേണ്ടി വരും എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലൂടെ പറഞ്ഞത് ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, നീ മരിച്ചു പോകുന്നവരാണ്, അതുപോലെ അവരും ഓരോരുത്തരും മരിച്ചു പോകുന്നവർ തന്നെയാണ്. അഥവാ എല്ലാവരും മരണത്തിന്റെ കവാടത്തിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നാം എഴുന്നേൽക്കുമ്പം പ്രാർത്ഥിച്ചു, കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത് എന്ന പ്രാർത്ഥനയായിരുന്നാലും, എന്നെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന പടച്ച റബ്ബേ
നിനക്ക് സർവസ്തുതിയും എന്ന ആ ചെറിയ പദങ്ങളിൽ ഒതുങ്ങിയ പ്രാർത്ഥനയായിരുന്നാലും അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വഅൽജൽതു ളഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത എന്ന സുദീർഘമായ പ്രവാചകൻ പഠിപ്പിച്ച ആ പ്രാർത്ഥനയിലൂടെ ആയിരുന്നാലും ഉറങ്ങുന്ന സമയത്തും മരിക്കുമെന്ന ബോധമാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അഥവാ നാം എഴുന്നേറ്റ സമയത്തും നാം ഉറങ്ങാൻ പോകുന്ന സമയത്തും ഈ ഒരു ചിന്തയാണ് ഇസ്ലാം നമ്മിൽ നിലനിർത്തുവാൻ ആവശ്യപ്പെടുന്നത്. നാം നമസ്കരിക്കാൻ നിൽക്കുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നാം വജ്ജഹ്തുവാണ് ചെയ്യുന്നത് എന്ന്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയിൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി, പടച്ചോനെ എന്റെ ആരാധനാ കർമ്മങ്ങൾ, അതുപോലെ എന്റെ ബലികർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ മരണം, പടച്ചവനെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവേ നിനക്കാണ് എന്നാണ് നാം നമസ്കാരത്തിൽ പറയുന്നത്. നാം ആ തഹിയ്യാത്തിനും സ്വലാത്തിനും ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി എന്ന് പറഞ്ഞിടത്ത് പ്രാർത്ഥിക്കുന്നതും മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും ജീവിതത്തിലുണ്ടാകുന്ന അതുപോലെയുള്ള അവസ്ഥകളെ സംബന്ധിച്ചുമാണ്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ പ്രാർത്ഥനയായി പഠിപ്പിച്ചിടത്തും റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബിക്കും എന്ന് പറയുന്ന ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം വതവഫനാ മഅൽ അബ്റാർ. പടച്ചോനെ ഒരുപാട് കാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട്. വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയും വിശ്വാസിനികളായ നമ്മൾ ഓരോരുത്തരും ദൈനംദിന ജീവിതത്തിൽ ഉരുവിടുന്ന പ്രാർത്ഥനകളാണ് എന്നത് നാം മനസ്സിലാക്കി അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ആ ബോധം നമ്മുടെ മനസ്സുകളിൽ എത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നുവോ അതിനനുസരിച്ചു കൊണ്ടാണ് അവൻ അല്ലാഹുവുമായി അടുക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അവൻ ശിരസാ വഹിക്കുന്നത്. ഈ ബോധം മനസ്സിൽ എത്രമാത്രമുണ്ടോ അതിനനുസരിച്ചു കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ അബ്ദുൽ റസാഖിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പകാര്യങ്ങൾ സംസാരിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ അടുത്ത് കൂടി നടന്നു പോകുന്ന ഒരു ജനക്കൂട്ടത്തെ കണ്ടപ്പോ അവിടെ വെച്ചുകൊണ്ട് ആരാണ് ആൾക്കൂട്ടം എന്ന് ചോദിച്ചുകൊണ്ട് അതൊരു ഖബർ കുഴിക്കുകയാണ്. അവിടേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുകയും പ്രവാചകൻ അവിടേക്ക് നിന്നുകൊണ്ട് അവിടെ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് പ്രവാചകൻ കരയുകയാണ്. ആ മണ്ണ് കണ്ണുനീർ കൊണ്ട് നനയുന്ന രൂപത്തിൽ. എന്നിട്ട് പ്രവാചകൻ തന്റെ സഹാബത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നത് അയ്യഹ്വാനി ലിമിതിൽ യൗമി ഫഅഇദു, സഹോദരങ്ങളെ നിങ്ങൾക്കുമുണ്ട് ഇതുപോലെ ഒരു സമയം വരാൻ, നിങ്ങൾക്കുമുണ്ട് ഇതുപോലെ ഒരു സമയം വരാൻ, അതിനുവേണ്ടി ഒരുങ്ങണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് സ്വഹാബത്തിന് നൽകിയിട്ടുള്ള ഉപദേശം. അതുപോലെ പ്രവാചകൻ ഒരിക്കൽ സദസ്സിലേക്ക് കയറി വരികയാണ്, സ്വഹാബത്തിന്റെ ഇടയിലേക്ക്. അവർ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്വഹാബത്താണ്, നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയൂ, നമസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, സ്വതക്കയെക്കുറിച്ച്, ഇങ്ങനെയൊക്കെയാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അവർ ഇന്നാലിന്ന കാര്യങ്ങളെ കുറിച്ചാണെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു ശൂബു മജ്ലിസകും മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. നിങ്ങൾ എന്ത് ചർച്ച ചെയ്താലും ഏത് കാര്യങ്ങൾ സംസാരിച്ചാലും അതിനിടയിലൊക്കെ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടി കടന്നു വരണം. എപ്പോഴും മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടാവണം എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തിരുവചനത്തിൽ
നിങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന വിച്ഛേദിക്കുന്ന മരണത്തെക്കുറിച്ച് ഓർക്കണം. ആ മരണം എന്നത് പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുന്ന സമയത്ത് മരണചിന്ത ഒരാളുടെ മനസ്സിലുണ്ടായാൽ ഇല്ലാ വസ്താഹു, അവൻ അത് വിശാലത നൽകും, തുറന്ന മനസ്സ് നൽകും, സൽചിന്തകൾ നൽകും, അതെല്ലാം സഹിക്കാനുള്ള കരുത്തവന് നൽകും. ആ മരണചിന്ത അവന്റെ മനസ്സിലുണ്ട് എങ്കിൽ അതുപോലെ തന്നെ ഇനി സൗഭാഗ്യത്തിന്റെ, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ സമയമാണുള്ളത് എങ്കിൽ അവിടെയും മരണത്തെക്കുറിച്ചോർത്താൽ അവൻ മതിമറക്കുകയില്ല, പടച്ചവനെ മറക്കുകയില്ല. അവൻ ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ച് മനസ്സിലാക്കും. ഏതായിരുന്നാലും ജീവിതത്തിന്റെ ഏതവസ്ഥകളിലും ഈ മരണചിന്ത അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവൻ സൗഭാഗ്യത്തിന്റെ അവസ്ഥയിലായിരുന്നാലും നിർഭാഗ്യത്തിന്റെ അവസ്ഥയിലായിരുന്നാലും അതവന് തുണയാവും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ നബിയല്ലാഹ് മൻ നഖിയസു, പ്രവാചകരെ ഏറ്റവും വലിയ ബുദ്ധിമാനാരാണ്? IPS, IAS, ISS അതുപോലെയുള്ള ആ റാങ്കുകളിലുള്ള ആ ശ്രേണിയിലേക്ക് ഉയർന്ന പരീക്ഷകൾ എഴുതി വിജയിക്കാൻ കഴിയുന്നവനാണോ ഏറ്റവും നല്ല ബുദ്ധിമാൻ എന്ന് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഖാല അക്സറുഹും ദിക്റൽ മൗത്ത് വ അക്സറുഹും ഇസ്തിഅദാദൻ ലിൽ മൗത്ത്. മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നവൻ പോരാ, മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നാൽ പോരാ, വയിസ്തിഅദാദൻ മൗതി, മരണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുകയും വേണം, തയ്യാറെടുപ്പുകൾ നടത്തുകയും വേണം. ഉലൈകൽ അഖിയാസ്, അവരാകുന്നു ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോതിരത്തിൽ എഴുതി വെച്ച ഒരു വാചകമായിരുന്നു, കഫാ ബിൽ മൗതി വഇലാ, ഉപദേശകനായി മരണം തന്നെ മതിയാവും. അദ്ദേഹത്തിന്റെ മോതിരത്തിൽ എഴുതിയ ഒരു വാക്കാണ് കഫാ ബിൽ മൗതി വഇലാ, ഉപദേശകനായി മരണം തന്നെ മതി എന്ന്. അത് മതി മനുഷ്യൻ നന്നാവാൻ. വേറൊന്നും അവൻ കേൾക്കുന്നില്ല, അറിയുന്നില്ല എങ്കിലും ഈ മരണചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടോ അവന്റെ ജീവിതം എപ്പോഴും ക്ലിയർ ആയിരിക്കും. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ അവൻ അവമതിക്കുന്ന അവസ്ഥയുണ്ടാവുകയില്ല, അവന്റെ വിനോദങ്ങളിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയുണ്ടാവുകയില്ല. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അക്തിറു ദിക്റൽ മൗത്ത് വമാ മിൻ അബ്ദിൻ അക്തറ മിൻ ദിക്രിഹി ഇല്ലാ അഹ്യല്ലാഹു ഖൽബഹു. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അഹ്യല്ലാഹു ഖൽബഹു, അള്ളാഹു എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ പച്ച പിടിച്ചതാക്കും, ജീവസുറ്റതാക്കും, പച്ച പിടിച്ചതാക്കും. മരണചിന്ത നിങ്ങളിലുണ്ടോ നിങ്ങളുടെ മനസ്സ് എപ്പോഴും പച്ച പിടിച്ചതായിരിക്കും. വഹവ്വന അലൈഹിൽ മൗത്ത്, മരണം അവന് ലഘൂകരിച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം ആ ചിന്തയുള്ളവൻ അതിനനുസരിച്ചാണ് അവൻ ജീവിക്കുക. അപ്പോ ആ മരണത്തിന്റെ അവസ്ഥയിൽ അവന് എന്തെല്ലാം ലഘൂകരണങ്ങൾ നൽകാൻ പറ്റുമോ ആ രൂപത്തിലെല്ലാം ലഘൂകരണം അവന് നൽകപ്പെടുകയും ചെയ്യും. നമ്മുടെ ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ വന്ന് ഒരു സഹോദരി പറയുകയാണ്, ഏയ് ഉമ്മ, എന്റെ മനസ്സിന് കടികട്ടിയാണ്, എന്റെ മനസ്സ് അല്പം കടികട്ടി കൂടിയതാണ്. ആളുകളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും പെരുമാറുമ്പോഴാണെങ്കിലും ഒക്കെ എന്റെ മനസ്സ് അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ളത്, അക്തിരി ദിക്റൽ മൗത്ത് യറുഖു ഖൽബകി, നീ മരണത്തെക്കുറിച്ച് ആലോചിക്കുക, എങ്കിൽ നിന്റെ ഈ അവസ്ഥക്ക് മാറ്റമുണ്ടാകും എന്നാണ്. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സുരിൽ ഖുബൂറ, നീ ഖബറുകൾ സന്ദർശിക്കണം, തദ്കുറു ബിഹൽ ആഖിറ, നിനക്ക് ആഖിറത്തിനെ കുറിച്ചുള്ള ബോധമുണ്ടാകും. വഗ്സിലിൽ മൗത, മരിച്ചോലെ കുളിപ്പിക്കാനുള്ള അവസരം കിട്ടിയാൽ നീ കുളിപ്പിക്കണം. ഫഇന്ന മുആലജത ജസദിൻ ഖാവിൻ മൗഇലത്തുൻ ബലീഗ, അനങ്ങാതെ നിശ്ചലമായിരിക്കുന്ന
ആ മനുഷ്യന്റെ ശരീരം കാണുമ്പോ അത് നിനക്ക് വലിയൊരു പാഠമാണ്. ആരായിരുന്നു ഇവൻ? എത്ര കൊലകൊമ്പവനായിരുന്നു, എത്ര സമ്പന്നനായിരുന്നു, എത്ര സ്ഥാനീയനായിരുന്നു. ഇപ്പോഴിതാ ഞാൻ തിരിച്ചെടുത്തിടത്തേക്ക്, ഞാൻ മറിച്ചിടുന്നിടത്തേക്ക് അവനതാ തിരിഞ്ഞും മറിഞ്ഞും. ഇതാണല്ലോ നാളെ എന്റെയും അവസ്ഥ. നിനക്കൊരു പാഠമാണ്. ജനാസക്ക് വേണ്ടി നീ നമസ്കരിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. നീ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ നിന്റെ മനസ്സിൽ ദുഃഖമുണ്ടാകും. നമുക്കറിയാമല്ലോ, വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, അവരെ കുറിച്ച് പറയുമ്പോ, അവരുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോ നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ആ കണ്ണുനീരുകളിലൂടെ ആ ദുഃഖം പ്രകടമാകുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും നിന്ദിക്കുകയില്ല. അതുകൊണ്ട് നീ മയ്യത്ത് നമസ്കരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്, ഒഴിഞ്ഞു മാറാൻ പറ്റാത്തതാണ് എന്ന നിശ്ചയം നമുക്കെല്ലാവർക്കും ഉണ്ട്. എങ്കിലും ദിനം പ്രതി അതൊന്ന് പൊടി തട്ടി മിനുക്കിയെടുത്ത് ഒന്ന് ഊട്ടി ഉറപ്പിച്ച് അരക്കിട്ടുറപ്പിച്ച് നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്ന വടവൃക്ഷമായി ആ ചിന്ത നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന വികാരമായി മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഊസികും ബിഇബാദില്ലാഹി വ നഫ്സി താനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെ ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൺമുമ്പിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ വളരെ പെട്ടെന്ന് വിടമറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് നമ്മുടെ ചിന്തകൾ ഒന്ന് മടക്കി കൊണ്ടുവരേണ്ടതുണ്ട് എന്നതാണ് നാം പറഞ്ഞിട്ടുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ മകളായ, അഥവാ നബിയുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്താ സുഖല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, എല്ലാവരും അവരവരുടെ കുടുംബങ്ങളിൽ അവർ പ്രഭാതമായി കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോടടുത്തവനാണ്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്ക് എങ്ങനെ വല്ലാതെ സുഖിക്കാനും സന്തോഷിക്കാനും എല്ലാം കഴിയും എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞതിന്റെ താല്പര്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയം, രോഗബാധിതനായി അവസാനം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയാണ്. ആ സമയത്ത് ആളുകൾ ചോദിച്ചു, മാ യുബ്കീക യാ അബൂ ഹുറൈറ, അല്ല അബൂ ഹുറൈറ, നിങ്ങൾ പ്രവാചകനെ ചുറ്റിപ്പറ്റി എപ്പോഴും ഉണ്ടായിരുന്ന ആളല്ലേ, പ്രവാചകൻ നിങ്ങളെ പ്രശംസിച്ചിട്ടുള്ള ആളല്ലേ, എന്നിട്ടും എന്താ ഈ സമയത്ത് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി വലാകിന്നി അബ്കി ലിബുഅദി സഫർ വഖില്ലത്തി സാദ്. ഞാൻ കരയുന്നത് ഈ ദുനിയാവ് ആലോചിച്ചിട്ടല്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണല്ലോ എന്ന വേദന കൊണ്ടല്ല, എന്റെ സമ്പാദ്യങ്ങളെല്ലാം ഇവിടെ വെട്ടിവെച്ച് പോകേണ്ടി വരുമല്ലോ എന്ന ദുഃഖം കൊണ്ടല്ല, മറിച്ച് വലാകിന്നി അബ്കി ലിബുഅദി സഫർ, എന്റെ ദീർഘിച്ച യാത്രയാലോചിച്ചുകൊണ്ടാണ്. പടച്ചവന്റെ അടുക്കലേക്കുള്ള ആ യാത്ര, ഇവിടെ തുടങ്ങുന്ന ആ യാത്ര, റബ്ബിന്റെ അടുക്കലേക്കുള്ള ആ യാത്രയാലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്. വഖില്ലത്തി സാദ്, എന്റെ അടുക്കലുള്ള കുറച്ച് ഭക്ഷണവും എന്റെ അമലുകളാകുന്ന ആ കുറച്ച് ഭക്ഷണവുമായിട്ടാണ് ഞാൻ ഈ ദീർഘിച്ച ആ യാത്രക്കൊരുങ്ങുന്നത്. എന്തായിരിക്കും എന്റെ അവസ്ഥ ഞാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോ? വല അദ്രി അഇലൽ ജന്ന, ഞാൻ സ്വർഗത്തിലാകുമോ
അല്ലെങ്കിൽ അമിലന്നാർ, അള്ളാഹുവിന്റെ ശിക്ഷയായ നരകത്തിൽപ്പെട്ടു പോകുമോ എന്ന് അദ്ദേഹം പറയുകയാണ്. അവസാനം അദ്ദേഹം പറയുന്നു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു ലിഖാഅക, പടച്ചോനെ നിന്നെ കണ്ടുമുട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു റബ്ബേ. വിനയത്തോട് കൂടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇർതഹലത് അദ്ദുനിയ മുദ്ബിറ വർതഹലത് അൽആഖിറ മുഖ്ബില. ദുനിയാവ് നിങ്ങളിൽ നിന്ന് ഇങ്ങനെ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആഖിറം നിങ്ങളിലേക്ക് ഇങ്ങനെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹാ ബനൂൻ, ഇത് രണ്ടിനും കുറെ മക്കളുണ്ട്. ദുനിയാവിന്റെ മക്കളുണ്ട്, ആഖിറത്തിന്റെ മക്കളുണ്ട്. ഈ രണ്ടിനും കുറെ മക്കളുണ്ട്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവുക, ആഖിറത്തിന്റെ സന്തതികളാവുക. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയാ, ദുനിയാവിന്റെ മക്കളാവരുത്. ഇവിടെ വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനും അതുപോലെ തന്നെ പടച്ചവന്റെ വിധിവിലക്കുകളെ മതിമറക്കാനുമുള്ള ഒരു അവസ്ഥയല്ല വേണ്ടത്. നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായി മാറുക. ഫഇന്നൽ യൗമ അമലുൻ, ഈ ദിവസം എന്നത് പ്രവർത്തിക്കാനുള്ളതാണ്. വലാ ഹിസാബ, ഇവിടെ കണക്ക് നോട്ടമില്ല. അതിന്റെ ഇവാലുവേഷൻ നടക്കുന്നത് ഇവിടെയല്ല. നാളെ എന്നതോ ഹിസാബുൻ, അവിടെയാണ് വിചാരണയുള്ളത്. വല അമലുൻ, അവിടെ വെച്ചോ ഒരിക്കലും തന്നെ പ്രവർത്തിച്ച് പോരായ്മകൾ നികത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടേക്ക് എത്തുവാനും സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന, നമ്മുടെ ചിന്തകളിലുണ്ടാകുന്ന, നമ്മുടെ കർമ്മങ്ങളിലുണ്ടാകുന്ന ഒരു അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മൻ നക്സറ ബിദിക്രിൽ മൗതി ഉക്രിമ ബിസലാസതി അസ്യാ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ വിശാലമായി ആഴ്ചകളോളം മണിക്കൂറുകളോളം വിശദീകരിക്കാൻ പറ്റുന്ന ഈ വിശാലമായ ആ വിഷയം, മരണമെന്ന ആ വിഷയം നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും നിറം പിടിച്ചുകൊണ്ട് നിന്നാൽ 3 കാര്യങ്ങൾ കൊണ്ട് അവൻ ആദരിക്കപ്പെടും. 3 കാര്യങ്ങൾ കൊണ്ട് അവൻ ആദരിക്കപ്പെടും. ഒന്ന് തഅ്ജീലു തൗബ, തൗബയിൽ അവൻ ധൃതി കാണിക്കും. ജീവിതത്തിൽ വന്നു പോയേക്കാവുന്ന തെറ്റുകുറ്റങ്ങൾ അത് പിന്നത്തേക്ക് മാറ്റിവെക്കാതെ പടച്ചറപ്പിനോട് അപ്പപ്പോൾ തന്നെ അവൻ തെറ്റിൽ നിന്ന് വിമുക്തനായി തൗബ ചെയ്തുകൊണ്ട് ഞാൻ എപ്പോഴും പോകാം എന്ന് വിചാരത്താൽ അവൻ ആ സമയത്തു തന്നെ തെറ്റുകൾ വന്നു പോകുമ്പോ പടച്ചവനോട് തൗബ ചെയ്യും. രണ്ടാമത്തത് വഖനാഅത്തുൽ ഖൽബ്, അവന് ലഭിച്ചതുകൊണ്ട് അവൻ സംതൃപ്തനായിരിക്കും. അന്യന്റേതിലേക്ക് നോക്കി, അവന്റെ സമ്പത്തിലേക്ക് നോക്കി, അവന്റെ വീട്ടിലേക്ക് നോക്കി, അവന്റെ വാഹനത്തിലേക്ക് നോക്കി, അവന്റെ വ്യവസായത്തിലേക്ക് നോക്കി ഓ എന്ന് പറഞ്ഞുകൊണ്ട് അസൂയപ്പെടുകയില്ല. എനിക്ക് ഇതേ ഉള്ളല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിനെ നിസ്സാരമായി കാണുകയില്ല. പടച്ചവൻ എനിക്ക് ഈ ദുനിയാവിൽ എന്തൊന്ന് വിധിച്ചിട്ടുണ്ടോ, എന്റെ അധ്വാനത്തിലൂടെ, എന്റെ കർമ്മത്തിലൂടെ പടച്ച റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ കിട്ടിയത് ഇതാണെങ്കിൽ ഇതാണ് റബ്ബ് എനിക്ക് വിധിച്ചിട്ടുള്ളത്. അത് ലോകത്തുള്ള സകലരും ഒന്നിച്ച് ശ്രമിച്ചാലും തടയാനാർക്കും കഴിയില്ല. അത് അധികം തരാൻ ആരെങ്കിലും വിചാരിച്ചാൽ അതിനും കഴിയില്ല. പടച്ചവൻ വിചാരിച്ചതേ എന്റെ ജീവിതത്തിൽ ഉണ്ടാകൂ എന്ന സംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാകും മരണചിന്തയുള്ളവന്. മൂന്നാമത്തത് വനശാതുൽ ഇബാദ, ഇബാദത്തുകളിൽ ഉന്മേഷമുണ്ടാകും. ഒന്നും പിന്നേക്ക് മാറ്റിവെക്കൂല. ഓരോ നമസ്കാരങ്ങൾ അതാത് നമസ്കാരങ്ങളുടെ സമയത്ത്, ഓരോ കർമ്മങ്ങൾ അതാതിന്റെ സമയത്ത്, ദാനധർമ്മങ്ങൾ കയ്യിൽ കിട്ടുന്ന എന്താണോ ഉള്ളത് അതിനനുസരിച്ചുകൊണ്ട് എല്ലാം തന്നെ പിന്നത്തേക്ക് നീക്കിവെക്കാതെ അപ്പപ്പോൾ തന്നെ അവൻ അത് നിർവഹിച്ചു കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ അങ്ങനെയാണോ എന്ന ഒരു പുനഃപരിശോധന കൂടി നമ്മൾ നിർവഹിക്കുക. പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞതുപോലെ കുല്ലുനാ ഖദ് ഐഖന ബിൽ മൗതി, മരിക്കുമെന്ന് നമുക്കെല്ലാം ഉറപ്പാണ്, മരിക്കുമെന്ന് നമുക്കെല്ലാം ഉറപ്പാണ്. വമാ നറാ ലഹു മുസ്തഇദ, എന്നാൽ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നവരില്ല. ഈ പറയുന്ന വാക്കുകൾ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും സഹോദരനും സഹോദരിയുമെല്ലാം ഈ പറയുന്നത് പോലെയാണോ എന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കുക. അഥവാ മരിക്കുമെന്ന് നമുക്കെല്ലാം ഉറപ്പാണ്, പക്ഷെ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നില്ല. വകുല്ലുനാ ഖദ് ഐഖന ബിൽ ജന്ന, സ്വർഗമുണ്ട് എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. വമാ നറാ മിൻഹാ ആമില,
പക്ഷേ ആത്മാർത്ഥമായി അത് ലഭിക്കണമെന്ന വാശിയോടുകൂടി നാം പ്രവർത്തിക്കുന്നില്ല. നരകത്തിൽ പോകും, നരകമുണ്ട്, കഠിനമായ ശിക്ഷയാണത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ തന്റെ വാക്കിൽ, തന്റെ സംസാരത്തിൽ, തന്റെ പെരുമാറ്റത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, അയൽപക്ക ജീവിതത്തിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ അവിടെയൊന്നും തന്നെ ഈ നരകമുണ്ടെന്ന പേടി നമുക്കില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എങ്ങനെയാണോ, നമ്മൾ അങ്ങനെയാണോ നാം ആലോചിക്കുക. മരണചിന്ത നമ്മളിൽ ഉണ്ടായാൽ ഈ പറഞ്ഞ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. ആ നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി, അകന്നിരിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ പരിശ്രമിക്കും. അതുപോലെ തന്നെ ആ മരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തും. പ്രിയപ്പെട്ടവരെ, ഈ ആലോചന എല്ലാ സമയത്തും ഒരു നിമിഷം വിടാതെ നമ്മുടെ ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. എപ്പോൾ ഏത് നിമിഷത്തിൽ ഇവിടെ നിന്ന് യാത്ര പറയേണ്ടി വന്നാലും പടച്ചവന്റെ അടുക്കലേക്ക് ഞാൻ നീങ്ങുന്നത് ശുദ്ധനായിട്ടാണ്. തെറ്റുകളും കുറ്റങ്ങളും വരും, പടച്ചോൻ പുറത്തുവരും. അത് പടച്ചവരോട് ഈ പറഞ്ഞ രൂപത്തിൽ ആത്മാർത്ഥമായി പറഞ്ഞാൽ മതി. മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന തെറ്റുകൾ അവൻ എത്ര സൂക്ഷിച്ചാലും വന്നു പോയേക്കാവുന്നതോ പടച്ചവനോട് പറഞ്ഞാൽ മതി. പക്ഷേ ആ പറയുന്നതോടൊപ്പം നമ്മുടെ മനസ്സിലുള്ള ആ ഇഖ്ലാസും തഖ്വയും ഖൗഫും നിലനിർത്തിക്കൊണ്ട് എപ്പോൾ മരിച്ചാലും നല്ല മനസ്ഥിതിയോട് കൂടിയിട്ടാണ്, പടച്ചവനെ കുറിച്ചുള്ള നല്ല വിചാരത്തോട് കൂടിയിട്ടാണ് ഞാനുള്ളത് എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സുകളിലെല്ലാം ഉറപ്പിക്കുക, ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചിന്തയോടുകൂടി ജീവിക്കാൻ, ആ ആലോചനകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ സഹോദരൻ, അതുപോലെ നമ്മുടെ മറ്റ് സഹോദരങ്ങൾക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സർവാധിനാഥനായ തമ്പുരാനെ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരേണമേ റഹ്മാനെ. ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഈ മരണചിന്തയെ മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കാൻ, പ്രവർത്തിക്കാൻ, നമസ്കരിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, സമീപനങ്ങൾ സ്വീകരിക്കാൻ എല്ലാം ഈ മരണചിന്തയെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ രൂപപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ പടച്ചവനായ റബ്ബേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാനസികമായ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം നീ ഞങ്ങൾക്കെല്ലാവർക്കും നീക്കിത്തരേണേ റഹ്മാനെ. അല്ലാഹുവേ, വാർദ്ധക്യത്താലുള്ള വിഷമതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, എപ്പോൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.